ലൈംഗികാധിക്ഷേപ കേസിൽ കോടതി ജാമ്യം നിഷേധിച്ച ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കാക്കനാട് ജയിലിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കാക്കനാട് ജയിലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു സുരേഷും YS അഭിനന്ദും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണുവും ഈ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു നാളെ ജാമ്യാപേക്ഷയുമായി ജില്ലാ കോടതിയെ സമീപിക്കും എന്ന്. എങ്ങനെയാണ് ഇനിയും അടുത്ത നീക്കങ്ങൾ ബോബി ചെമ്മണ്ണൂർ ഭാഗത്തിന്റെ? ഉന്മേഷ, നാളെ തന്നെ ജാമ്യാപേക്ഷയുമായി ജില്ലാ കോടതിയെ സമീപിക്കും. പക്ഷേ നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യതയില്ല. അത് ഫയലിൽ സ്വീകരിച്ച അടുത്ത ദിവസമായിരിക്കും പരിഗണിക്കുക. അങ്ങനെയെങ്കിൽ കുറച്ച് ദിവസം കൂടി, 14 ദിവസത്തേക്കാണ് റിമാൻഡ്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് കൂടി അദ്ദേഹം ജയിലിൽ തുടരേണ്ടി വരും. നിലവിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് വൈദ്യപരിശോധനയിൽ മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ജയിലിലേക്ക് മാറ്റാനുള്ള നടപടി പോലീസ് സ്വീകരിച്ചതെന്നും നിലവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഇനി പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം കുറേ നടപടികൾ ബാക്കിയുണ്ട്. തുടർ നടപടികൾ ഏത് രീതിയിൽ ആലോചിക്കണം, ഈ കേസിന്റെ മുന്നോട്ട് പോക്കൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കും. പോലീസ് നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അനീഷ് ജോയ് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയത് ഈ കേസിൽ കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ അത് ആവശ്യമെങ്കിൽ ഉറപ്പായും അടുത്ത ദിവസം തന്നെ സമർപ്പിക്കും, കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും കസ്റ്റഡിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ വാങ്ങും. കാരണം ഈ ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ച ഘട്ടത്തിൽ ഇന്നലെ ഏറെ വൈകിയാണ് എത്തിച്ചത്, 8 മണിയോടുകൂടിയാണ് എത്തിച്ചത്. അതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ എത്താനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ അനീഷ് ജോയുടെ നേതൃത്വത്തിൽ മാത്രമാണ് ചോദ്യം ചെയ്തത്. അതിൽ 1 മണിക്കൂറോളം മാത്രം ചോദ്യം ചെയ്യാൻ, 2 മണിക്കൂറോളം മാത്രം ചോദ്യം ചെയ്യാൻ മാത്രമാണ് സാധിച്ചത്. പക്ഷേ അതിൽ കൂടുതൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ട് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായും കസ്റ്റഡിയൽ ഇൻട്രോഗേഷന്റെ ഭാഗമായി കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം തന്നെ സമർപ്പിക്കും. ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും ഒക്കെ ഒരുപക്ഷെ ഒരുമിച്ച് തന്നെ കോടതിയിൽ എത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കോടതി തന്നെ ഈ കേസിനൊരു ഗുരുതര സ്വഭാവമുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ ഈ കേസ് നിലനിൽക്കുന്നതാണ്. ഈ ദ്വയാർത്ഥ പ്രയാഗം ഇയാൾ നടത്തി എന്നുള്ളതൊക്കെ കോടതി തന്നെ കണ്ടെത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ കേസിൽ കോടതി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ കോടതി അത് അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട് പോലീസിന്റെ അപേക്ഷ. അപ്പോൾ അത്തരം നീക്കങ്ങളിലേക്കായിരിക്കും ഇനി അന്വേഷണ സംഘം കടക്കുക. ഒപ്പം ഈ 14 കാര്യങ്ങളിൽ പ്രധാനമായും പറഞ്ഞത് കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനുണ്ട്. അതായത് ഡിജിറ്റൽ തെളിവുകൾ ഇതിനോടകം തന്നെ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പോലും കൂടുതൽ തെളിവുകളും ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾ, പ്രത്യേകിച്ച് ഈ ദൃശ്യങ്ങൾ പകർത്തിയ ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെയൊക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. അപ്പോൾ അതിനൊക്കെ ഈ ബോച്ചയുടെ റിമാൻഡാണ് അനിവാര്യം. കാരണം ഏതെങ്കിലും തരത്തിൽ മൊഴി നൽകുന്ന ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് റിമാൻഡ് വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. അത്തരം നടപടിയിലേക്കായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കടക്കുക. ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയൊന്നുമില്ല. കാരണം ഒറ്റപ്രതി മാത്രമാണുള്ളത്, ബോബി ചെമ്മണ്ണൂരാണ്. തൊട്ടടുത്ത കേസിൽ 20 പ്രതികളെ പിടികൂടാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ഊർജിതമാണ്. സൈബർ കേസുകളിൽ കേരള പോലീസ് ഒരു പുതിയ മാതൃക തീർക്കുകയാണ്. ഈ ഹണി റോസ് നൽകിയ പരാതിയുടെ പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് നടപടികൾ, നിങ്ങൾക്കിനി ഈ സൈബർ ആക്രമണങ്ങൾ നേരിടുമ്പോൾ കാത്തിരിക്കേണ്ടി വരില്ല, ഈ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടി ഞങ്ങൾ ചടുലമായി ഇടപെടും എന്നൊരു സൂചന നൽകുകയാണ്. പല കോണുകളിൽ നിന്ന് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. സിനിമാ നടിയായതുകൊണ്ട് മാത്രം ഇത്തരത്തിലൊരു പരാതി പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെട്ട് പരിഗണിച്ചു എന്നൊക്കെ. അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. അതായത് അതൊരു സാധാരണക്കാർക്കും ആ നീതി ലഭ്യമാക്കാനുള്ള നടപടികൾ, സൈബർ മേഖലയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു പുത്തൻ സംസ്കാരത്തിന് ഒരുപക്ഷെ കേരള പോലീസ് തുടക്കം കുറിക്കുന്നു ഈ അറസ്റ്റിലൂടെ, ഈ റിമാൻഡിലൂടെ എന്നൊക്കെ നമുക്ക് വിലയിരുത്താം. ഇന്നലെ ആണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് 10 മണിയോടുകൂടി രേഖപ്പെടുത്തിയത്. ഒരു 12 മണിയോടുകൂടി ഇതിനോടകം റിമാൻഡ് റിപ്പോർട്ട് പൂർത്തിയാക്കി. ആ റിമാൻഡ് റിപ്പോർട്ട് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കോടതിയെ നൽകുകയായിരുന്നു. ശക്തമായ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നിട്ടുണ്ട്. പ്രതിഭാഗം ജാമ്യം ലഭിക്കണം എന്ന് ശക്തമായി വാദിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ ഇങ്ങനെയാണ്. ഒന്ന്, ഈ സംഭവം നടന്നത് 4 മാസം മുമ്പാണ്. അതുകൊണ്ട് ഈ പരാതി ഇപ്പോൾ നൽകുന്നത് ചില പ്രത്യേക ഉദ്ദേശപ്രകാരമാണ്. നടി ഉദ്ദേശിക്കുന്നത് പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നാണ് പറഞ്ഞത്. മറ്റൊന്ന്, അറസ്റ്റ് പോലും വേണ്ടാത്ത ഒരു കേസാണ്, 7 വർഷം മാത്രം താഴെ ഉള്ള കേസാണ്, IT ആക്ട് പ്രകാരമുള്ള കേസാണ്. അന്വേഷണ സംഘത്തോട് പൂർണ്ണമായി സഹകരിക്കാൻ ഞങ്ങളുടെ കക്ഷി തയ്യാറാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒപ്പം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ കോടതി ഇതൊന്നും മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല. പ്രത്യേകിച്ച് ആദ്യത്തെ വാദം, ഈ 4 മാസത്തെ പഴക്കം, അതിൽ ശക്തമായി കോടതി അതിനെ പൂർണ്ണമായും അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഈ നിരന്തരം വേട്ടയാടുന്ന ഒരു മനുഷ്യനാണ്, ഈ നടിയെ നിരന്തരം വേട്ടയാടുന്ന ഒരു മനുഷ്യനാണെന്ന പ്രോസിക്യൂഷൻ വാദത്തിനാണ് കോടതി പൂർണ്ണ പിന്തുണ നൽകിയത്. അല്ലെങ്കിൽ ആ വാദമാണ് കോടതി
കോടതി മുഖരക്കെടുത്തത്. ഇയാൾ ഇത്തരത്തിൽ സ്ഥിരമായി ചെയ്യുന്ന ആളാണെന്ന് ആ കോടതിയുടെ ഓർഡറിൽ തന്നെ പറയുന്നുണ്ട്. നടത്തിയത് ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലം പ്രധാനമായി ഈ ജാമ്യം നിഷേധിക്കുന്ന കാരണമായി. മറ്റൊന്ന് ഇയാളുടെ ഈ സ്വാധീനവും അതോടൊപ്പം തന്നെ പണവും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന പ്രോസിക്യൂഷന്റെ വാദവും കോടതി അംഗീകരിച്ചു. അതും റിമാൻഡിലേക്ക് പോകുന്നതിൽ ഏറ്റവും നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ ചില ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളാണ്. അതിൽ ഹണി റോസിനെതിരായി നടത്തിയ വിവാദ പ്രസ്താവന മാത്രമല്ല, അതിനപ്പുറത്ത് ഇയാൾ നിരന്തരം ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ സ്ത്രീകളെ അവഹേളിക്കുന്ന ഒരാളാണെന്ന് സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള വീഡിയോ ക്ലിപ്പുകളും അടക്കം പോലീസ് സമർപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി വിഷ്ണു, അതൊക്കെ പരിഗണിച്ചാണ് കോടതിയുടെ നടപടി എന്ന് കരുതാം. അങ്ങനെ ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക്, കാക്കനാട് ജയിലിലേക്കാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആശുപത്രിയിലെത്തി വൈദ്യ പരിശോധന നടത്തി കോടതി നിർദ്ദേശപ്രകാരം. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കാക്കനാട് ജയിലിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം കാക്കനാട് ജയിലിലെത്തും. പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കിയത് നാളെ ജാമ്യാപേക്ഷയുമായി ജില്ലാ കോടതിയെ സമീപിക്കും എന്നുള്ളതാണ്. ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവിൽ ഒട്ടേറെ ഗൗരവ പരാമർശങ്ങളാണ് ഉള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോൾ യൂട്യൂബിലും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നീതി, നിയമം അത് സാധാരണക്കാരനും പ്രാപ്യമാകണം എന്നുള്ള തരത്തിലൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. YS അഭിനന്ദ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിനന്ദ്, ഈ ആശുപത്രിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഈ ബോബി ചെമ്മണ്ണൂർ അനുകൂലികളുടെ ചെറിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടല്ലോ. എന്തായിരുന്നു അവരുടെ ആവശ്യം, അവരുടെ വാദം? ഉന്മേഷ്, 30 മിനിറ്റ് നീണ്ട എറണാകുളം ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് പോലീസ് ജീപ്പിൽ കാക്കനാട്ടെ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള പോലീസിന്റെ തീരുമാനമെത്തിയത്. അപ്പോൾ തന്നെ ഇവിടെ ആരാധകരുടെ ഒരു വലിയ കൂട്ടം തന്നെ ഈ എറണാകുളം ജനറൽ ആശുപത്രിയിൽ തൊട്ടു മുന്നിലുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ പോലീസ് ജീപ്പിനെ തടഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വസ്ഥ്യമുണ്ട്. ആ ദേഹാസ്വസ്ഥ്യത്തെ കൃത്യമായി തന്നെ ഒരു വിലയിരുത്തൽ ഡോക്ടേഴ്സ് നടത്തിയതാണ്. ഡോക്ടേഴ്സിന്റെ അഭിപ്രായങ്ങൾ പോലും സാധൂകരിക്കാത്ത രീതിയിലുള്ള തീരുമാനമാണ് ഇപ്പോൾ പോലീസ് കൈക്കൊണ്ടിരിക്കുന്നതെന്നുള്ള വലിയ ഒരു ആരോപണമാണ് ഇപ്പോൾ പോലീസിനെതിരെ ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകരും ഒപ്പം തന്നെ അഭിഭാഷകനായിട്ടുള്ള സുഹൃത്തും ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുവന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനെ ഒരു കുടുക്ക് മുറിയിലേക്കാണ് കൊണ്ടുപോയത്. ഇരുട്ട് മുറിയിൽ ഏതാണ്ട് 15 മിനിറ്റോളം ഇട്ട് താമസിപ്പിച്ചു. അതിന് ഒരു സാധാരണ ഒരു മനുഷ്യന് കൊടുക്കുന്ന പരിഗണന പോലും ബോബി ചെമ്മണ്ണൂർ നൽകിയില്ല എന്ന് ആരാധകർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വിദഗ്ധമായ ഒരു പരിശോധന തന്നെയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നത്. ആദ്യം അവർ എക്സ്റേക്ക് നിർദ്ദേശിച്ചു, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ BP ചെക്ക് ചെയ്തു, മറ്റുള്ള അദ്ദേഹത്തിന്റെ സാൾട്ട് ലെവൽ, മറ്റുള്ള ഷുഗർ ലെവൽ ഒക്കെ തന്നെ കൃത്യമായി തന്നെ പരിശോധിച്ചു. പരിശോധനയിൽ അത് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചതോടെ ആ വിവരം പോലീസിനെ അറിയിക്കുന്നു. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ ആവശ്യപ്പെടുന്നു, എനിക്ക് ഓർത്തോയുടെ സേവനം ഉറപ്പാക്കണം, ഒപ്പം തന്നെ എനിക്ക് കാലിനും മറ്റ് ശരീരത്തിനും പല ഭാഗത്തുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ നല്ലൊരു ഡോക്ടറെ കാണിക്കണമെന്ന് ഈ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാരോട് ആവശ്യപ്പെടുന്നു. പക്ഷെ അത് പോലീസ് കേട്ടില്ല. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ബോച്ച് അനുകൂലികൾ പറയുന്നുണ്ട്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് വാഹനത്തെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ബോബി ചെമ്മണ്ണൂർ അനുകൂലികൾ ഇപ്പോൾ പിന്തുടരുന്നതായി അശ്വിൻ പാലാഴി അറിയിക്കുന്നുണ്ട്. കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് വാഹനം എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആശുപത്രിയിൽ നിന്ന് ഇറക്കുമ്പോൾ മുതൽ ബോബി ചെമ്മണ്ണൂർ അനുകൂലികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ പ്രതിഷേധം ഉയർത്തുന്നുണ്ടായിരുന്നു. വാഹനം തടയാനുള്ള ശ്രമമൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോൾ അവർ പോലീസ് വാഹനത്തെ പിന്തുടരുന്നു എന്ന് അശ്വിൻ പാലാഴി അറിയിക്കുന്നുണ്ട്. കാക്കനാട് ജില്ലാ ജയിലിലേക്ക് അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കും. തിരികെ വാർത്തയിലേക്ക് തന്നെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.